അല്ല ബ്രൂട്ടൽ വയലന്റ് തിങ്ങിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞത്. ബട്ട് വെരി അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പറഞ്ഞതിലെ ഏത് സിനിമയിലെ നെഗറ്റീവ് പറഞ്ഞത് മാത്രം ടാർഗറ്റ് ചെയ്ത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുറെ റോക്കറ്റ് മക്കൾ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഐ എം നോട്ട് കെയറിങ് അബൌട്ട് ദോസ് PR വർക്ക്. ഞാൻ പോസ്റ്റ്മോർട്ടം വീഡിയോ ഒക്കെ ഇരുന്ന് കാണുന്നുണ്ട്. എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പോസ്റ്റ്മോർട്ടത്തിന് വീഡിയോ റിപ്പീറ്റ് ചെയ്തിരുന്ന് കാണും. എനിക്ക് ആ മറ്റേ തലയോട്ടീന് ഓട കടിച്ചിരിക്കുന്നത് ആ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ ഇരുന്ന് അങ്ങനത്തെ ഒരു മനുഷ്യനായി ഞാൻ. മാർക്കോ, ഉണ്ണിയേട്ടന്റെ മാർക്കോ. ഈ ഉണ്ണിയേട്ടന്റെ മാർക്കോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചില ചേട്ടന്മാർക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. ആൻഡ് ഉണ്ണിയേട്ടന്റെ മാർക്കോ, കൂടാതെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സീക്രട്ട് ഏജന്റ് സീക്രട്ട് അണ്ണൻ ഇന്നലെ വൈകുന്നേരം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിൽ സ്പോർട്ട് റിപ്പോർട്ടർ എന്ന് പറഞ്ഞ പരിപാടിയിൽ വൈ ദിസ് കൊലവെരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടന്റ്, ഈ ഒരു മാർക്കോ എന്ന് പറഞ്ഞ സിനിമ, അതുപോലെ തന്നെ ആവേശം, ലൈക്ക് ഈ ഒരു മാർക്കോയിലൊക്കെയുള്ള വയലൻസും അതൊക്കെ വെച്ചിട്ട് ഒരു സിനിമാ നിരൂപകൻ നമ്മുടെ എന്താണ് ബാലചന്ദ്രനാണോ ചന്ദ്രശേഖർ ആണെന്ന് തോന്നുന്നു, ഞാൻ പേര് കറക്റ്റ് ആയിട്ട് എനിക്ക് ഓർമ്മയില്ല, മറന്നുപോയി. സോ വാട്ട് എവർ, ഒരു സിനിമാ നിരൂപകൻ ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോ അണ്ണനും ഇന്നലെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ, ഈ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നലെ അണ്ണന്റെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് കേട്ടു. അപ്പോ അണ്ണൻ ഈ ഒരു എന്താണ് സിനിമാ നിരൂപകൻ പറയുന്ന കാര്യത്തെ പറ്റി സംസാരിക്കുന്നത് ഞാനിവിടെ കാണിക്കുന്നില്ല. നേരെ മറിച്ച് അതിലേക്ക് പോകുന്നതിന് മുമ്പ് അണ്ണൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എനിക്ക് അതിനോട് അണ്ണൻ ആ പറഞ്ഞ കുറച്ച് കാര്യത്തിനോട് ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. അത് ഞാൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു സിനിമാ നിരൂപകൻ ഇന്നലെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് എനിക്കും കുറച്ചും കൂടെ കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് ഈ എന്താണ് വയലൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് മൊത്തത്തിൽ എടുത്തു കളയണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നടക്കത്തില്ല. ആദ്യമേ ഞാനങ്ങ് പറയാം, ഒരു പരിപാടി നടക്കത്തില്ല. കാലങ്ങൾക്ക് ശേഷമാണ് ഒരു നല്ല ആക്ഷൻ പടം മലയാളത്തിൽ വന്നത്. അതിന് എല്ലാവരും ഒന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക, മനസ്സിലായില്ല. പിന്നെ ഈ സിനിമാ നിരൂപകന്മാരൊക്കെ ലൈക്ക് ജനറേഷന്റെ ഒരു പ്രശ്നമുണ്ട്. അതൊക്കെ ഞാൻ വളരെ വൈകിയല്ല, വളരെ നേരത്തെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമാക്കി പറഞ്ഞു തരാം. കാരണം ഇനിയെങ്കിലും നിങ്ങൾ എല്ലാവരും ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. സോ അതിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് സീക്രട്ട് അണ്ണന്റെ വീഡിയോ ഒന്ന് കണ്ടു തുടങ്ങാം. ആൻഡ് ഞാൻ ഇവിടെ സീക്രട്ട് അണ്ണൻ പറയുന്നത് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. സീക്രട്ട് അണ്ണന്റെ കൂടെ സീക്രട്ട് അണ്ണന്റെ പത്നിയും കൂടെ ഇരിപ്പുണ്ട്. ഞാൻ സ്നേഹയുടെ ആ ഒരു പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അണ്ണൻ പറയുന്നത് മാത്രമേ ഇവിടെ കേൾപ്പിക്കുന്നുള്ളൂ. ആൻഡ് വൺ മോർ തിങ്, ആരും ഈ അതായത് സായിയുടെ വൈഫിനെ പോയി തെറി പറയാതിരിക്കുക. അതിനകത്ത് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന സുഖം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, പുള്ളിയുടെ വൈഫിനെയൊക്കെ പോയി തെറി പറയുന്നതിനകത്തുനിന്ന്. പിന്നെ അണ്ണന്റെ സൈഡിലും ലൈക്ക് നമുക്കൊരു പരിധി കൂടുതൽ അങ്ങോട്ട് ഞാനും സപ്പോർട്ട് ചെയ്യാനൊന്നും നിൽക്കാറില്ലടേ. കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു വിഷയത്തിൽ ഇത്രയും തെറി കേട്ടോണ്ടിരിക്കുമ്പോ പിന്നെയും വന്ന് ഈ ഒരു വീഡിയോ ഇടുന്നത് ലൈക്ക് അറ്റ്ലാസ്റ്റ് പുള്ളിക്ക് വ്യൂസ്, പുള്ളിക്ക് അരി മേടിക്കണം, ഈ ഒരു സാധനം ഉണ്ട്. പക്ഷെ ഇത്രയും തെറികൾ കിട്ടുമ്പോ പിന്നെയും അതുകൊണ്ട് വരുന്നത് അറിഞ്ഞു വെച്ചോണ്ട് ഇങ്ങനെ വന്ന് ഭാര്യയും പിടിച്ചിരുത്തി പിന്നെ അവർക്കും ഈ തെറി മേടിച്ച് കൊടുക്കാതിരിക്കുക. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അതാണ്, മനസ്സിലായില്ലേ. വീണ്ടും വന്നിരുന്ന് ഈ ഒരു അത് ഓൾറെഡി പുള്ളി ഈ ഒരു വിഷയം സംസാരിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് തെറിയെ കിട്ടത്തുള്ളൂ. ഇനി എന്തൊക്കെ പുള്ളി ചെയ്തെന്ന് പറഞ്ഞാലും പുള്ളിക്ക് തെറിയെ കിട്ടുള്ളൂ. ഇത് ഞങ്ങൾ പേഴ്സണലായിട്ട് സംസാരിച്ചൊരു കാര്യമാണ്. പക്ഷെ എത്രത്തോളം പുള്ളി മനസ്സിലാക്കുന്നതെന്ന് അറിയില്ല. പുള്ളി എത്രയൊക്കെ ഇനി പുള്ളി എന്തൊക്കെ പറഞ്ഞുകൊണ്ട് വന്നാലും ഈ ഒരു വിഷയത്തിൽ മാർക്കോ സിനിമ ഉണ്ണി മുകുന്ദൻ ഈ ഒരു വിഷയത്തിൽ പുള്ളിക്ക് തെറിയല്ലാതെ വേറൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനെ PR എന്നൊക്കെ വിളിക്കുന്നതിനകത്ത് എനിക്കത് മനസ്സിലാവുന്നില്ല. ലൈക്ക് നമ്മളൊന്നും ആരുടെയും PR അല്ല. പിന്നെ ഇതിന്റെ പുറകിലൂടെ ചിലപ്പോൾ ചില കുങ്കി ടീമുകളൊക്കെ ചിലപ്പോൾ അണ്ണനെ എടുത്ത് പണിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പേഴ്സണലി. പക്ഷെ നമ്മളൊന്നും ഒരാളുടെയും PR വർക്കല്ല. നമ്മളൊരു സാധനത്തെ കണ്ടു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ വേറൊരാളുടെ പെർസ്പെക്റ്റീവിനകത്ത് നമുക്ക് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അഭിപ്രായം പറയുന്നു, അത്രേ ഉള്ളൂ. അതിനകത്ത് വേറൊരു രീതിയിലൊന്നും എടുക്കേണ്ട കാര്യമില്ല ആരും. അപ്പൊ എന്തായാലും അണ്ണന്റെ വീഡിയോ ഒന്ന് കാണുക. മലയാളത്തിൽ നിന്ന് ഇത്രയും ഒരു വയലന്റ് മൂവി വരുമ്പോ അത് ആഘോഷിക്കപ്പെടുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. ഞാൻ പറയാലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വയലന്റ് മൂവീസ്. ഇപ്പൊ ഞാൻ മാർക്കോനെ കുറിച്ച് സ്നേഹയ്ക്ക് ഇഷ്ടമല്ല, അതാണ് ഞാൻ സ്നേഹ ഈ കോണ്ടന്റിൽ പിടിച്ചിരുത്തിയത്. ഞാൻ ഈ കോണ്ടന്റ് ചെയ്യുമ്പോൾ തന്നെ പലരും ചോദിക്കും, നീ മാർക്കോനെ കുറ്റം പറഞ്ഞില്ലേ, നീ ഉണ്ണി മുകുന്ദനെ പേഴ്സണൽ ക്രെഡിറ്റ് ചെയ്തില്ലേ. ഈ മക്കളെ, നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞ സാധനം കംപ്ലീറ്റ് കാണണം എന്ന് ഞാൻ ഒരിക്കലും വാശി പിടിക്കില്ല. ബട്ട് എന്തെങ്കിലും ഒരു കാലത്ത് ഇനിയിപ്പോൾ ഈ പടം OTT-ലൊക്കെ ഇറങ്ങിയതിന് ശേഷമൊക്കെ ആൾക്കാർ എന്ത് ചെയ്യും, എൻ്റെ റിവ്യൂ തപ്പിപ്പിടിച്ച് വരും. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ്ലി ആ സിനിമയുടെ ഒരു
ഗ്രഡ്ജ് വെച്ച് പറഞ്ഞതൊന്നുമില്ല. എനിക്ക് ആ പടം കണ്ടപ്പോൾ ഇഷ്ടമായ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ വയലൻസ് സിനിമകൾ അല്ലെങ്കിൽ വയലൻസ് ഉള്ള സിനിമകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആനിമേ 2-3 വട്ടം കണ്ട ആളല്ലേ? സത്യം. അനിമൽ മാത്രമോ? ഞാൻ പോസ്റ്റ്മോർട്ടം വീഡിയോ ഒക്കെ ഇരുന്ന് കാണുന്നുണ്ട്. സേനോട് ചോദിച്ചാൽ മതി. ഞാൻ പോസ്റ്റ്മോർട്ടത്തിന് വീഡിയോ റിപ്പീറ്റ് ചെയ്തിരുന്ന് കാണും. എനിക്ക് ആ മറ്റേ തലയോട്ടീൻ്റെ ഓടെ കടിച്ചു പൊട്ടിക്കുന്നത് ആ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ അങ്ങനെ ഇരുന്ന് അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഞാൻ. എന്റെ അണ്ണാ, അണ്ണൻ എന്താ ഈ പറയുന്ന? പോസ്റ്റ്മോർട്ടം വീഡിയോയും തലയടിച്ച് പൊട്ടിക്കുമ്പോ കേൾക്കുന്ന സൗണ്ടും ഒക്കെയാണ് ഇഷ്ടമെന്ന്. അണ്ണാ, ഹൗ ക്യാൻ യു ബി ലൈക്ക് ദിസ്? ലൈക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടം ഞാൻ അതിനകത്തൊന്നും ചോദിക്കുന്നില്ല. സാധാരണക്കാരനെ കൊണ്ട് അങ്ങനെയൊക്കെ പറ്റുമെന്ന്. വയലൻസ് പടമൊക്കെ നമ്മൾ ഇഷ്ടപ്പെടും, ഓക്കെ, സീനൊന്നും ഇല്ല. പക്ഷെ മറ്റേ തലയടിച്ച് പൊട്ടിക്കുന്ന സൗണ്ട് കേൾക്കുന്നതും പോസ്റ്റ്മോർട്ടം വീഡിയോസ് ഒക്കെ പിന്നെയും കാണുന്നതൊക്കെ ഇറ്റ്സ് സംതിങ് മോർ ബ്രൂട്ടൽ. അതിനെയൊക്കെ സ്നേഹിക്കുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ലീവ് ഇറ്റ്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അണ്ണൻ പറഞ്ഞ ആ ഒരു കാര്യം, അണ്ണൻ നല്ലതും പറഞ്ഞു. അണ്ണൻ നല്ലത് പറഞ്ഞില്ല എന്നല്ല ഇവിടെ പറയുന്നത്. അണ്ണൻ നല്ലതും പറഞ്ഞു, ചീത്തയും പറഞ്ഞു. പക്ഷെ ഒരു സിനിമ ഇറങ്ങിയ ദിവസം ആളുകൾക്ക്, ഞങ്ങൾക്കൊക്കെ അറിയാം, ഞാനും ഒക്കെ പോയി പടം കണ്ടതാ, എനിക്കും അറിയാം ഈ കഥ ബേസ് ചെയ്ത് നോക്കിയാലോ ഒന്നുമില്ല. അതുപോലെ തന്നെ കുറെ നമ്മൾ കുത്തിക്കീറി എടുക്കാൻ പോയി കഴിഞ്ഞാൽ അതിനകത്ത് കുറെ സാധനങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. കുറെ സാധനങ്ങൾ അതിനകത്ത് ലാസ്റ്റത്തെ ഒരു നൈഫിന് ഇവിടെ വായിലൊക്കെ കുത്തിയിട്ട് പിന്നെ അടുത്ത ഷോട്ടിൽ അടുത്ത ഇടി, അതൊന്നും ഇല്ല. മനസ്സിലായില്ല? ഇങ്ങനെ കുറെ നമ്മൾ കുത്തിയിരുന്ന് കാണാൻ പോയ കുറെ നമുക്ക് ഡൗട്ടുകളും. എനിക്ക് ആദ്യത്തെ പോർഷനിൽ എന്റെ ഫസ്റ്റ് ഞാൻ ഈ പടത്തിന്റെ റിവ്യൂ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു ചെറിയ ലാഗ് ഒക്കെ ഫീൽ ചെയ്തു, അനാവശ്യമായിട്ടുള്ള ഒരു പാട്ട് പോലെ. പക്ഷെ നമ്മളതൊക്കെ ആ ഒരു ഒഴുക്കിലങ്ങ് വിട്ട് കളഞ്ഞു. ഞാൻ എന്റെ റിവ്യൂ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. ഫസ്റ്റ് ഡേ എന്ന് മാത്രമല്ല, ഈ ഒരു പടത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളൊന്നും മൈൻഡ് ചെയ്യത്തില്ല. കാരണം ഇതൊരു പക്ക വയലൻസ് പടം. അത് ആ പടത്തിനകത്ത് ഉള്ള ക്രൂ മെമ്പേഴ്സ് തന്നെ ഒരു പറഞ്ഞ കാര്യമാണ്. നമ്മളപ്പോ അത് മാത്രം പ്രതീക്ഷിച്ചിട്ട് പോയാൽ മതി. അത് മാത്രം പ്രതീക്ഷിച്ച് പോവുക. അതിന്റെ ഇടയ്ക്ക് അത് മാത്രം പ്രതീക്ഷിച്ച് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അത് മാത്രം പ്രതീക്ഷിക്കുന്നവരെ അങ്ങോട്ട് പോകാവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ ചെന്നിരുന്നിട്ട് പിന്നെ അതല്ല നിങ്ങൾ കൂടുതൽ ഇതായി പോയി എന്നൊന്നും നിങ്ങൾ പറയരുത്, അങ്ങനെയുള്ളവർ കാണരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമേ ഇല്ലെന്നാ. മനസ്സിലായില്ലേ? കുത്തിയിരുന്ന് 21 മിനിറ്റ് ഒന്നും ഇതിരുന്ന് പറയേണ്ട കാര്യമില്ല. ജസ്റ്റ് പറഞ്ഞു തീർത്ത് വിടുക, അത്രേ ഉള്ളൂ. ഈ പടത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാടൊന്നും ഫസ്റ്റ് ഡേ ഒരു റിവ്യൂ ചെയ്യുമ്പം ഈ പടത്തിന് വെച്ചിട്ട് നമുക്ക് അധികം ഒന്നും പറയാനില്ല. ജസ്റ്റ് വയലൻസ് ആണ്, നിങ്ങൾ പോയി, അത്രയൊക്കെ ഉള്ളൂ ഇതിനകത്ത്. നേരെ മറിച്ച് അതിനെ ഭയങ്കരമായിട്ട് ഫസ്റ്റ് ഡേ തന്നെ കുത്തി കീറാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല. പ്രത്യേകിച്ച് ഈ ഒരു പടം വരുമ്പോഴത്തേക്ക് അതിനകത്തുള്ള ക്യാരക്ടർ ചെയ്ത ആ ഒരു വ്യക്തി ഉണ്ണി അതൊന്നും അല്ല. ഈ ഒരു പടം ഇതാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അതിനെ നിങ്ങൾ വലിച്ചു കയറാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ, നിങ്ങൾ ഇപ്പോഴും നോക്കൂ, നിങ്ങളുടെ ഈ ഒരു വീഡിയോയുടെ, ഇപ്പൊ ഈ പുതിയ വീഡിയോ ആണെങ്കിൽ കമന്റ് ബോക്സ് പോയി നോക്കുക, എന്താണത്. ഇതിനെയൊക്കെ പിന്നെ PR എന്ന് വിളിക്കരുത്. എനിക്ക് PR എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ബിഗ് ബോസ് സമയത്തൊക്കെ ഈ തലയും വാലും ഇല്ലാത്ത പേരുകളിൽ നിന്നൊക്കെ ഒരുപാട് കമന്റ് വന്ന് വളരെ മോശമായിട്ട് സംസാരിക്കുക. അതിനകത്ത് കറക്റ്റ് ഒരു ജെനുവിൻ പേര് പോലും കാണുന്നില്ല. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ അടിയിൽ വരുന്ന കമന്റുകളിൽ എല്ലാം നല്ല ഒന്നാം തരം പേരുള്ള ചേട്ടന്മാരും ചേച്ചിമാരും വന്നിട്ടാണ് നിങ്ങളെ തെറി പറയുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഇതൊരു PR വർക്കാണെന്നൊന്നും എത്ര പേര് വിശ്വസിക്കാന്ന് എനിക്ക് അറിയത്തില്ല. അണ്ണൻ ഇത് പറഞ്ഞുകൊണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. നമ്മളെ കൊണ്ടൊന്നും അതൊരു പരിധി കൂടുതൽ അങ്ങോട്ട് ഡൈജസ്റ്റ് ചിലപ്പോൾ കാണും, നിങ്ങളുടെ ഇഷ്ടപ്പെടാത്ത മറ്റേ സംഗീ കുങ്കി കാണും, എനിക്കറിയില്ലത്. പക്ഷെ എന്നാലും ഒരു 80-85% ആളുകളോളം വളരെ ജെനുവിൻ ആയിട്ടുള്ള ആളുകളാണ് നിങ്ങളുടെ കയ്യിൽ വന്ന് തെറിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല കമന്റ് ഇടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ അണ്ണൻ ഈ ഒരു വിഷയത്തില് അരി മാറ്റേഴ്സ്, അതുപോലെ തന്നെ വ്യൂസ് മാറ്റേഴ്സ്, ഇത് മാത്രം നോക്കിയിട്ട് വരികയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള നിങ്ങളെ തെറി പറയുന്നവരുടെ അടിയിൽ ചെന്നിട്ട് മറ്റേ അരിക്ക് വേണ്ടിയാൽ ഇത് ചോദിക്കാതിരിക്കുക. നാണക്കേടാ ഇതൊക്കെ ചോദിക്കുന്നത്. നിങ്ങൾക്ക് മോശമാ, ഒന്നും വേണ്ട, നിങ്ങൾ പോവാ. നിങ്ങൾ തന്നെ ഇടയ്ക്ക് പറയുന്നുണ്ട് നിങ്ങളുടെ പോപ്പുലാരിറ്റി, ഈ ആൾക്കാർ വന്നത് പറയുമ്പോൾ നിങ്ങൾ പോപ്പുലർ ആവുന്നുണ്ട്. അണ്ണാ, പോപ്പുലർ ആവുന്നത് പല രീതിയിലാണ്. ഇപ്പൊ അണ്ണനീ കിട്ടുന്ന പോപ്പുലാരിറ്റി അതൊരു പോപ്പുലാരിറ്റി അല്ല. അത് ഒരു പോപ്പുലാരിറ്റി ആയി മാറുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വ്യൂസ് അല്ല, അറ്റ്ലീസ്റ്റ് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് കിട്ടിയാനെ. നിങ്ങളുടെ കേസിൽ 2000, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ഒരു കൗണ്ട് നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം 2000, അറ്റ്ലീസ്റ്റ് 1000 പേർക്ക് മേളിൽ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ നിന്ന് സബ്സ്ക്രൈബേഴ്സ് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എന്ത് പബ്ലിസിറ്റി, നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടുന്നവരാണെങ്കിൽ ശരി. ഇപ്പൊ ഈ അടുത്തൊരു ഫാമിലി ബ്ലോഗറെ എല്ലാവരും കൂടെ എടുത്തിട്ട് ചവിട്ടി കീറി, അവർക്ക് നല്ല രീതിയിൽ ഒരുപാട് ഹെയ്റ്റ് ഉണ്ടെങ്കിൽ പോലും അവരുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്. മനസ്സിലായില്ലേ? അതാണ് വേറെ രീതിയിലുള്ള ഒരു പബ്ലിസിറ്റി എന്ന് പറയുന്നത്. നെഗറ്റീവ് കേട്ടാലും നമുക്കൊരു ഗുണമുണ്ട്. പക്ഷെ നിങ്ങളുടെ കേസിൽ എന്ത് ഗുണമാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായിട്ടില്ല. എല്ലാം മറ്റേ പൊക്കോണ്ടിരിക്കുക. പിന്നെ ഞാനാണ് എന്തെങ്കിലും വലുത് ഈ ഒരു യൂട്യൂബില് എന്നുള്ളൊരു തോട്ട് ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. കാരണം വേറൊന്നും കൊണ്ടല്ല, സിനിമ ഇൻഡസ്ട്രിയിൽ പോലും
ലാലേട്ടൻ മമ്മൂക്കയും അവർ ടോപ്പിൽ ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഒരുപാട് നടന്മാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അത് തന്നെയാണ് യൂട്യൂബിൽ നടക്കുന്നത്. നിങ്ങളൊരു റിയാക്ഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി നിങ്ങൾ തുടങ്ങിയെന്നും പറഞ്ഞ് നിങ്ങൾ മാത്രമല്ല അതിന്റെ ടോപ്പിൽ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക. അല്ല, ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. നിങ്ങളെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ആളുകളൊക്കെ വരും ഇവിടെ. നമ്മളൊന്നും ആണെന്നല്ല പറയുന്നത്, പക്ഷെ ആളുകൾ വരും, അല്ലെങ്കിൽ ആളുകൾ ഉണ്ട്. മനസ്സിലായില്ലേ? അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒന്നൊന്ന് എവിടെയോ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് താഴത്തേക്ക് ഇറങ്ങി വരിക. ഞാനത് നിങ്ങൾ അങ്ങനെ ആണെന്നല്ല പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു തോട്ട് ഉണ്ടെങ്കിൽ അത് മാറ്റുക. നിങ്ങളുടെ നാശത്തിലേക്ക് തന്നെ അത് നിങ്ങളെ കൊണ്ടുപോകും. കുറച്ചും കൂടെ ബ്രൂട്ടൽ വയലന്റ് തിങ്ങിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞത്. ബട്ട് വെരി അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പറഞ്ഞതിലെ സിനിമയിലെ നെഗറ്റീവ് പറഞ്ഞത് മാത്രം ടാർഗറ്റ് ചെയ്ത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുറെ റോക്കറ്റ് മക്കള് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഐ എം നോട്ട് കെയറിങ് അബൌട്ട് ദോസ് PR വർക്ക്സ്. ഓക്കെ, അതൊക്കെ എനിക്കുള്ള ഒരു ഫ്രീ പ്രൊമോഷൻ ആയിട്ട് ഞാൻ കാണുന്നു. ഈ ഒരു PR വർക്കിന്റെ പരിപാടി ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞു. ഞാനിത് വീണ്ടും പറയുന്നില്ല. കാരണം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ PR വർക്ക് ഇത് ആ ബിഗ് ബോസ് സമയത്തൊക്കെ പറഞ്ഞായിരുന്നെങ്കിൽ പിന്നെ ആ സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും നമുക്ക് അറിയാം ജെന്യുവൻ ആയിട്ടുള്ള ആളുകൾ ഒരു കുറെ പേര് പറയുന്നുണ്ട്. പിന്നെ PR ഉണ്ടോ? ഓക്കെ, ഉണ്ടെന്ന് പുള്ളി പറയുന്നു, നമ്മൾ സമ്മതിച്ചു കൊടുക്കുക. പക്ഷെ ഈ സമയത്ത് എന്തിനാണ് ഇദ്ദേഹത്തിനെതിരെ ബാക്കിയുള്ള ഒരു PR ചെയ്യേണ്ട ഒരു കാര്യം? എനിക്കതാ മനസ്സിലാവാത്തത്. അറ്റ്ലാസ്റ്റ് ആരാണ് പുള്ളി ഞാനും ഒക്കെ? നമ്മളൊക്കെ ആരാ? ഞങ്ങളൊക്കെ യൂട്യൂബ് വഴി നമ്മുടെ വീഡിയോസ് ഇട്ട് വ്യൂസ് ഉണ്ടാക്കി കാശ് ഉണ്ടാക്കുന്നവര്. ഒരു പരിധിയിൽ കൂടുതൽ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് ഞങ്ങൾ നിങ്ങളെ എന്റർടൈൻ പോലും ചെയ്യുന്നുണ്ടോ? എനിക്കറിയില്ല നമ്മൾ എന്റർടൈൻ ചെയ്യുന്നുണ്ടോ എന്ന്. വേറെ ടൈപ്പ് ഓഫ് എന്റർടൈനിങ്. അതിന്റെയൊക്കെ അപ്പുറമാണ് സിനിമയിൽ നിൽക്കുന്നത്. അവിടെയാണ് സത്യം പറഞ്ഞാൽ PR ഒക്കെ നടക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഈ ബിഗ് ബോസ് വരുമ്പോ അവിടെ. അല്ലാതെ ഇദ്ദേഹത്തിനെ PR കൊടുത്തില്ലാതാക്കാനൊക്കെ ആരാണ് ഇവിടെ? ഇത് പറയുന്നത് കേൾക്കുമ്പോഴാണ് എനിക്ക് പിന്നെയും വീഡിയോ ചെയ്യാനും തോന്നുന്നത്. അത് സത്യം പറഞ്ഞ ബാക്കി പിന്നെ നമ്മളെ എല്ലാവരും ഒരു അടച്ച് പുച്ഛിക്കുന്ന പോലൊരു സാധനമൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അത് നിങ്ങളുടെ തന്നെ നാശത്തിലേക്ക് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ സംസാരിക്കാതിരിക്കുക. ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് തന്നെ അത് ഹെയ്റ്റ് ആയി മാറും. പ്രൊമോഷൻ അല്ല കിട്ടുന്നത്, ഹെയ്റ്റ് ഒരു പരിധിയിൽ കൂടുതൽ നടക്കുന്നുണ്ട്. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഇറങ്ങി പോകുന്നുണ്ട്. അത് നിങ്ങളുടെ വ്യൂ കൗണ്ട് എന്ന് നിങ്ങളുടെ നമ്മൾ കണ്ടതാണ്. എനിക്ക് തോന്നുന്നു 7,85,000 എങ്ങാണ്ട് ഉണ്ടായിരുന്നതാ. അപ്പൊ അത് 83,000 എങ്ങാണ്ടായി. എവിടെ പോയി? PR ടീം വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് നടക്കുവോ? ഇല്ല. ഇത് നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ അല്ലെങ്കിൽ ഇത് തെറ്റാണെന്ന് തോന്നിയ ആളുകൾ ഇറങ്ങി പോകുന്നതാ. അതിനൊക്കെ PR ടീം വിചാരിച്ചു കഴിഞ്ഞാൽ കുറെ തെറി പറയാൻ പറ്റും. ഇല്ലേ? അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ കുറയ്ക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. എന്തായാലും അത് പോട്ടെ. നമ്മൾ ഈ ഒരു അണ്ണന്റെ കേസ് അങ്ങോട്ട് മാറ്റി വെക്കുന്നു. ഇനി മാർക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ആ ഒരു നടന്ന അല്ലെങ്കിൽ ഇവിടുത്തെ കുറെ ആളുകൾ വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അത് ഞാൻ ഒരിക്കലും ഒരു സിനിമാ നിരൂപകനെ ചോദ്യം ചെയ്യാനൊന്നും പോവല്ല. കൊടക്കുന്നേ. അപ്പൊ എന്തായാലും ഒന്നുമല്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ലൈക്ക് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതെല്ലാവരും മനസ്സിലാക്കണം. ഞാൻ മനസ്സിലാക്കണം, അദ്ദേഹം മനസ്സിലാക്കണം, ഓരോ ആളുകളും മനസ്സിലാക്കണം. പിന്നെ ഈ ഒരു കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ എടുത്തോളുക. കേരളത്തിൽ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇങ്ങനെയുള്ള വയലന്റ് സിനിമകൾ വന്ന് ഇവിടുത്തെ ആളുകൾ ചീത്തയായി പോകുമെന്ന് കരുതുന്ന ആളുകളോടാണ്. മലയാളത്തിലേ ഉള്ളൂ ഇത്രയും വയലൻസ് ഉള്ള സിനിമകൾ ഇല്ലാത്തത്. അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾക്ക് വയലൻസ് ഉള്ള സിനിമകൾ കാണണമെങ്കിൽ കൊറിയയിൽ നിന്നുള്ള സിനിമകളുണ്ട്, ഇല്ലെങ്കിൽ തെലുങ്ക് പടത്തിലുണ്ട്, ഹിന്ദിയിലുണ്ട്, ഹോളിവുഡ് എല്ലായിടത്തും ഉണ്ട്. അത്രയും മെന്റാലിറ്റി. ഒരു കൊലപാതകം നടത്തണമെന്നും പറഞ്ഞ് ഇവിടെ ഇരിക്കുന്ന ഒരുത്തൻ അവന് മലയാളം സിനിമ കണ്ടിട്ട് കൊലപാതകം ചെയ്യേണ്ട കാര്യമില്ല. അവൻ ആ ഒരു മെന്റാലിറ്റി ഉണ്ടെങ്കിൽ അവൻ അന്യഭാഷാ ചിത്രങ്ങൾ കാണാം. അവിടെ ഉണ്ട് ഇതിനെക്കാട്ടിലും രസമുള്ള സാധനങ്ങളൊക്കെ. അതൊക്കെ കണ്ടിട്ട് അവനത് ചെയ്യാം. അതുകൊണ്ട് തന്നെ മലയാളം സിനിമയിൽ ഇങ്ങനെ ഒരു സിനിമ വന്നതുകൊണ്ട് കുറെ ആളുകൾ ചീത്തയായി പോയി എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള സിനിമകൾ വേണം. എങ്കിലേ സിനിമ ഇൻഡസ്ട്രിക്ക് ഒരു നിലനിൽപ്പുള്ളൂ, ഇവിടുത്തെ ഗവൺമെന്റിന് ഒരു നിലനിൽപ്പുള്ളൂ. കാരണം എത്രയോ കോടികളാണ് കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് തോന്നുന്നു more than 6,000 crore മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് അത്ര ഉള്ളോ? ഞാൻ എവിടെ ഒരു കണക്ക് ഇങ്ങനെ കണ്ടതാണ്. അതിൻ്റെയൊക്കെ അപ്പുറം കാണും. ഇതൊക്കെ നമ്മുടെ സർവൈവൽ, ഈ ഒരു കേരളത്തിലെ നമ്മുടെ സർവൈവലിനൂടെ ഇതൊക്കെ ഗുണകരമാണ്. മനസ്സിലായില്ലേ? സർക്കാരിന് കുറെ കിട്ടും. ഇവിടെ ഈ സിനിമകൾ അന്യ ഭാഷയിൽ നിന്ന് എന്തോരം, ഈ അല്ലു അർജുന്റെ ഒക്കെ പടങ്ങൾ ഒരു ടൈമിൽ നമ്മുടെ ഇവിടെ വന്ന് നമ്മൾ എല്ലാവരും കൈകൊണ്ട് നമ്മളിങ്ങനെ ആഘോഷിച്ചില്ലേ നമ്മൾ ആ സിനിമയൊക്കെ? എന്തുകൊണ്ട്? അല്ലു അർജുനെ ആഘോഷിച്ചത് തെറ്റാണെന്നല്ല ഞാനിവിടെ പറഞ്ഞു നോക്കിയത്, ഇനി ആരും അങ്ങനെ പറയരുത്. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ഒരു അന്യഭാഷാ നടൻ നമ്മുടെ ഇവിടെ വന്ന് മുൻനിരയിലേക്ക് വന്നു? നമ്മുടെ സിനിമയിൽ, നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ അന്ന് അങ്ങനെയുള്ള സിനിമകൾ ഇല്ലായിരുന്നു.
അതുകൊണ്ട് അത് അന്യഭാഷയിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ആ സിനിമകളെ, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി ഓഫ് സിനിമകളെ. മനസ്സിലായില്ലേ? ഇന്നുമുണ്ട്. എത്ര കാലത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു ആക്ഷൻ പടം മമ്മൂക്കയുടെ ഭീഷ്മപർവമായിരുന്നോ എനിക്ക് തോന്നുന്നു. നല്ലൊരു ആക്ഷൻ പടം ഞാൻ കണ്ടത് എനിക്ക് തോന്നുന്നു ഭീഷ്മപർവമാണ് അല്ലേ, അതോ അതിന് ശേഷം വന്നിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ലൈക്ക് അതിനുശേഷം ഒരു വയലൻസ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ, അടിപൊളി ആക്ഷൻ മൂവി, അല്ലെങ്കിൽ ഒരു എന്താണ് നമ്മുടെ ഒരു എന്താ അതിന് പറയുക, ഒരു ഞാൻ അതിന്റെ പേര് മറന്നുപോയി, ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ക്യാമറ വർക്ക്സും ഒരു സ്റ്റണ്ടും ഒരു ആട്ടും എല്ലാം കൊണ്ടും ഇത്രയും ഒരു ഗുമ്മു കൊണ്ടുവന്ന ഒരു പടം ഈ അടുത്ത് ഞാൻ വേറെ കണ്ടിട്ടില്ല. സോ ആളുകളുണ്ട് ഇങ്ങനെയുള്ള വയലൻസ് എന്ന് പറയുന്നില്ല, ആക്ഷൻ. ഇപ്പൊ അണ്ണൻ നേരത്തെ പറഞ്ഞാണൊക്കെ പോസ്റ്റ്മോർട്ടം വീഡിയോ കാണുന്നതും തലയടിച്ചു പൊട്ടിക്കുന്ന അതൊന്നും അല്ല. ലൈക്ക് അതൊക്കെ അതൊന്നും നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല. അതൊക്കെ അത്രയും വേറെ ടൈപ്പ് ഓഫ് മനസ്സൊക്കെ ഉണ്ടായിരിക്കണം എന്നെ കൊണ്ട്. അയ്യോ ഞാൻ ഇനി പുള്ളിയെ പറഞ്ഞല്ലേ, അങ്ങനെയൊക്കെ വേണം. നമ്മളെ കൊണ്ടൊന്നും അതൊന്നും പറ്റത്തില്ല. പക്ഷെ ഒരു ആക്ഷൻ പടമൊക്കെ കാണുന്നത് എന്നും മലയാളികൾക്ക് ഇഷ്ടമാണ്, നല്ലൊരു ആക്ഷൻ പടമാണെങ്കിൽ. സോ ഇങ്ങനെയുള്ള സാധനങ്ങൾ വേണം മലയാളത്തില്. ഇല്ലെങ്കിൽ അങ്ങ് പോകടോ അവിടെ നിന്നുള്ള സിനിമകളൊക്കെ. ഈ കൊറിയൻ പടമൊക്കെ ഇവിടെ വന്ന് ഒരുപാട് ആളുകൾ ഇപ്പൊ ഈ നാട്ടിലെ ഇപ്പൊ കുറെ പേര് പറയുന്നുണ്ടല്ലോ, ദൃശ്യം കണ്ട് കുറെ അങ്ങനെ കൊലപാതകങ്ങൾ ഇങ്ങനെ കൊലപാതകങ്ങൾ. ദൃശ്യം കണ്ടുകൊണ്ട് മാത്രമൊന്നുമല്ല, അത് ചെയ്തവന്മാർക്ക് ഇങ്ങനെ ഒരു മെന്റാലിറ്റി ഉണ്ട്. അതിപ്പോ ദൃശ്യം ഉള്ളതുകൊണ്ട് അവന്മാർ ഇവിടുത്തെ ദൃശ്യം കണ്ടു, അല്ലെങ്കിൽ അവന്മാർ പുറത്തേക്ക് പോകും, അന്യഭാഷാ ചിത്രങ്ങൾ പോയി കാണും ഇങ്ങനെയുള്ള സാധനങ്ങൾ, എന്നിട്ട് ചെയ്യും. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ കുറെ പേര് പറയുമായിരിക്കും ഈസി ആക്സസ് ഈ മലയാളത്തിൽ ഇങ്ങനെ വന്നുകൊണ്ട് പെട്ടെന്ന്. അങ്ങനെ ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിക്കുന്നില്ല കേട്ടോ. ഈ ഒരു ക്രിമിനൽ മെന്റാലിറ്റി ഒക്കെ ഉള്ളവന്മാരത് എങ്ങനെ വേണമെങ്കിലും അവന്മാരത് നടത്തും. കുത്തിയിരുന്ന് വേറെ കൊറിയൻ പടങ്ങളാണെങ്കിലും ചിലപ്പോൾ സബ്ടൈറ്റിലൊക്കെ ഡൗൺലോഡ് ചെയ്തിരുന്ന് കണ്ട് മനസ്സിലാക്കി ചിലപ്പോൾ വൃത്തികേടുകൾ കാണിക്കുന്നവന്മാർ കാണും. അതുകൊണ്ട് ഒരിക്കലും മലയാള സിനിമയെ മാത്രം നിങ്ങളങ്ങനെ താഴ്ത്തി കെട്ടാതിരിക്കുക. ഏജ് ഡിഫറൻസിന്റെ ഒരു കാര്യം കൊണ്ട് ചിലപ്പോൾ നമ്മളെക്കാട്ടിലും മൂത്ത ആളുകൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാകാതെ വരും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ എനിക്കാണെങ്കിൽ പോലും നോർമലായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോഴത്തെ +2 പഠിക്കുന്ന കുട്ടികൾ പറയുന്ന അവരുടെ ഇടയ്ക്കുള്ള കോൺവെർസേഷൻസ് ചിലപ്പം എനിക്ക് മനസ്സിലാവണമെന്നില്ല എന്നോട് പറഞ്ഞാൽ. ഇല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത്രേ ഉള്ളൂ. ഞാനല്ലാതെ ആ വ്യക്തിയെ കുറ്റം പറയാനോ ഈ ഒരു പ്രോഗ്രാമിൽ വന്നിരുന്ന് സംസാരിച്ച ആ ഒരു ചന്ദ്രശേഖർ എന്നു തോന്നുന്നു, ആ വ്യക്തിയെ കുറ്റം പറയാനൊന്നും ഞാൻ ആളല്ല. പുള്ളിയുടെ ജനറേഷനിൽ പുലിയായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ പുള്ളിയെ നമുക്ക്, പക്ഷെ ജനറേഷന്റെ ഡിഫറൻസ് വരുമ്പോഴത്തേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് കാണും. അത്രേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. ഒരു കാരണവശാലും പറയാതെ പോരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. പിന്നെ ഞാൻ വീണ്ടും പറഞ്ഞ പോലെ നേരത്തെ ആ ചേട്ടന്റെ വൈഫിനെ ഞാനതാണ് ആ വൈഫിന്റെ ഒന്നും കാണിക്കുക പോലും ചെയ്യാഞ്ഞത് വീഡിയോ ഒക്കെ ഇവിടെ. കാരണം വളരെ മോശമായിട്ട് ഒരുപാട് ആളുകൾ ചിത്രീകരിക്കുന്നു എന്നൊക്കെ എനിക്ക് അറിയാൻ സാധിച്ചു. പുള്ളി തന്നെ നമ്മൾ പേഴ്സണൽ ടോക്കിന്റെ ഇടയ്ക്ക് നമ്മളോട് പറഞ്ഞു അത് വളരെ മോശമാട്ടോ, നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക. അത് വളരെ പുള്ളി വല്ലതും പറയണമെങ്കിൽ പറയുക. ഹി ഡസൻ കെയർ ദാറ്റ് ഓൾസോ. അത് എനിക്കറിയാം, പുള്ളിക്ക് അത് പ്രശ്നമല്ല. പക്ഷെ വീട്ടിൽ ഇരിക്കുന്നവരെ ചെയ്യാതിരിക്കുക. അത് ഭയങ്കര വൃത്തിയായിട്ടൊരു പരിപാടിയാണ്, അത് തെറ്റാണത്. പിന്നെ സിനിമയെ തകർക്കാനായിട്ട് ആരും നോക്കൊന്നും വേണ്ട. ഒരു സിനിമയും തകർക്കാനായിട്ട് നമ്മൾ വിചാരിച്ചാൽ അങ്ങനെ പെട്ടെന്നൊന്നും നടക്കത്തില്ല. പിന്നെ അതേന്നും പറഞ്ഞ് നശിപ്പിക്കാൻ വേണ്ടി കുറച്ചുപേർ ഇറങ്ങിയാലും ഏക്കത്തില്ല. അത് നമ്മൾ ഈ അടുത്ത് കാണുന്നുണ്ട്, നടക്കത്തില്ല. പിന്നെ ഈ ഒരു ആക്ഷൻ പടങ്ങൾ, വയലൻസ് പടങ്ങൾ വരട്ടെ, എല്ലാ കാറ്റഗറി ഓഫ് പടങ്ങൾ മലയാളത്തിൽ നിന്ന് വരട്ടെ. ഇൻഡസ്ട്രി അങ്ങോട്ട് കുതിക്കട്ടെ മേപ്പോട്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഗുണമുണ്ട്. ഈ കുത്തിയിരുന്ന അന്യഭാഷ പടങ്ങൾ കാണാൻ പോകണ്ട. നമ്മുടെ പുതിയ ജനറേഷന് മലയാളത്തിൽ തന്നെ ഇങ്ങനെയുള്ള സിനിമകൾ ഉണ്ട് എന്ന് പറയാൻ സാധിക്കട്ടെ. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. അല്ലാതെ ലോകമെമ്പാടും വയലൻസ് പടം ഇവിടെ നിർത്താനായിട്ടൊന്നും നമ്മുടെ സർക്കാർ വിചാരിച്ചാലോ ഇന്ത്യ വിചാരിച്ചാലോ നടക്കാൻ പോകുന്നില്ല. നമ്മുടെ പ്രൈം മിനിസ്റ്റർ വിചാരിച്ചാലോ നടക്കത്തില്ല. വേണമെങ്കിൽ അത് ഇവിടെ നമ്മുടെ നാട്ടിൽ ഇറക്കാതിരിക്കാൻ ശ്രമിക്കാം എന്ന് വെച്ചിട്ട് നമ്മൾ കാണാതിരിക്കും. ഇവിടെ VPN മഴ വെച്ച് അവിടെയുള്ള പടങ്ങൾ കാണും ടീമുകൾ. അങ്ങനെ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കുറെ കൊലപാതകങ്ങളും അതും ഇതൊക്കെ ചില ടീമുകൾക്ക് ഇവിടെ നടത്താം. അത് ഒരിക്കലും അതുകൊണ്ട് മലയാളം ഇൻഡസ്ട്രിയെ മാത്രം കുറ്റം പറയരുത്. മലയാളത്തിൽ ഇങ്ങനെയുള്ള സിനിമകൾ വേണം, ആക്ഷൻ സിനിമകൾ വേണം, എല്ലാ കൈൻഡ് ഓഫ് പടങ്ങൾ വേണം. ഇൻഡസ്ട്രി മുന്നോട്ട് പോട്ടെ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. അഭിപ്രായങ്ങൾ നിങ്ങളുടെ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ചെറിയൊരു കാര്യം കൂടെ എനിക്കൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് തോന്നി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ട് എഡിറ്റിനൊക്കെ ഇട്ടതാണ്. പിന്നെ ആലോചിച്ചത് ഞാനൊരു പോയിന്റ് വിട്ടുപോയി, അതും കൂടി ഒന്ന് പറയണമെന്ന്. വേറൊന്നുമല്ല, സായിയോടാണ്. സായി എന്ന് പറഞ്ഞ റിവ്യൂവറോട് എനിക്കൊരു ചെറിയ ബഹുമാനം തോന്നി. അത് വേറൊന്നും കൊണ്ടല്ല, സായി തന്നെ സായിയുടെ വീഡിയോയിൽ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. OTTയിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾ എൻ്റെ റിവ്യൂ കാണാൻ പുറകെ വരുമെന്നുള്ളൊരു കേസ്. അത് വേറൊന്നും കൊണ്ടല്ല സായി പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. ഖൽബ് എന്ന് പറയുന്ന സിനിമ സായി റിവ്യൂ ചെയ്തപ്പോഴത്തേക്ക് വളരെ നല്ലൊരു അഭിപ്രായം ആ ഒരു സിനിമയെ പറ്റി പറഞ്ഞു. പക്ഷേ അത് തിയേറ്ററിൽ വർക്കായില്ല.
അത് പക്ഷേ OTT-യിൽ വന്നപ്പോഴത്തേക്ക് നല്ല രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സായിയുടെ റിവ്യൂ തേടി എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കേസാണ് സായി അവിടെ പറഞ്ഞത്. പക്ഷേ അത് ഓക്കെ സായി. പക്ഷേ ഈ ഒരു പടത്തിലേക്ക് വരുമ്പോഴത്തേക്ക് സായിയുടെ റിവ്യൂവിൽ നിന്ന് എല്ലാവരും ഒരേപോലെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഒരു വെഞ്ചൻസ് വെച്ച് തന്നെയാണ് സായി ഒരു പടത്തിൻ്റെ റിവ്യൂ ചെയ്തതെന്നുള്ളത്. അതൊരിക്കലും നമുക്ക് പറഞ്ഞ് ആളുകളെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇനിയും ഈ ഒരു പടത്തിൻ്റെ പുറകെ ഉള്ള ടോപ്പിക്കുകൾ എടുക്കുന്നത് നിർത്തുക. മനസ്സിലായില്ല? ഇപ്പം അശ്വന്ത് കോക്ക് ആണെങ്കിലും ശരി, ഗൽബ് എന്ന് പറയുന്ന സിനിമയെ റിവ്യൂ ചെയ്തപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഊക്കി വിട്ടു. പക്ഷെ പുള്ളി അതിനുശേഷം പിന്നെ ആ സിനിമയിൽ പറ്റിയോ അല്ലെങ്കിൽ പുള്ളിക്ക് കിട്ടിയ ആ ഒരു അറ്റാക്കിനെ പറ്റിയോ ഒന്നും പറഞ്ഞ് പുള്ളി വന്നില്ല. ആ ഒരു രീതിയിലാണ് നമ്മൾ കോക്കിനോടൊക്കെ കുറച്ച് ബഹുമാനം കാണിക്കുന്നത്. കാരണം പുള്ളി ചെയ്തു, പുള്ളി അതവിടെ വിട്ടു, പിന്നെ അതിനെ പൊക്കി പിടിച്ച് വരുന്നില്ല. സായി ആ ഒരു പരിപാടിയും കൂടെ നിർത്തിക്കഴിഞ്ഞാൽ കൊള്ളായിരിക്കും എന്നുള്ള അഭിപ്രായം എനിക്ക് ഉണ്ട്. ഞാനത് പറഞ്ഞു വെക്കുന്നു. അതും കൂടെ ഉള്ളൂ.